വർഷം പിന്നോട്ടടിച്ചത് ഇടതുപക്ഷമെന്ന് ശശി തരൂർ. മൊബൈൽ ഫോൺ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും അവർ എതിർത്തുവെന്നും പുരോഗതിക്ക് വേണ്ടി സംസാരിക്കുന്നവർ കുറച്ചു വൈകിയാണ് യാഥാർത്ഥ്യം കണ്ടുപിടിച്ചത് എന്നും തരൂർ പറഞ്ഞു. കേരളത്തിൽ മാത്രമാണ് സ്വകാര്യ സർവകലാശാലകൾ ഇല്ലാത്തത്. ഇടതുപക്ഷം കാരണമാണ് ഇതുവരെ ഒഴിവായി നിന്നത്. അതിൽ അർത്ഥമില്ല. കുട്ടികൾ കേരളം വിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്നു. എന്തിനാണ് ഇത്ര വർഷം കാത്തിരുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ ചെയ്തത് നന്നായി എന്നും തരൂർ കൂട്ടിച്ചേർത്തു. മുൻപുള്ള പ്രതികരണങ്ങൾ വിമർശനങ്ങൾക്കിടയാക്കിയത് കൊണ്ടാണ് മുൻകരുതലോടുകൂടിയുള്ള ഈ പ്രതികരണം എന്ന ചോദ്യത്തിന് ഞാൻ സ്വതന്ത്ര അഭിപ്രായം പറയുന്ന വ്യക്തിയാണെന്നായിരുന്നു തരൂരിന്റെ മറുപടി. ഞാൻ സർക്കാരിന് വേണ്ടിയല്ല പറയുന്നത്, കേരളത്തിന് വേണ്ടിയും കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയുമാണ് സംസാരിക്കുന്നത്. തൊഴിൽ സാധ്യത അത്യാവശ്യമാണ്. സ്റ്റാർട്ടപ്പുകൾ വരുന്നത് അതിന് നല്ലതാണ്. ഇത് സത്യമാണെങ്കിൽ നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്നതിൽ എന്താണ് നാണക്കേട്? ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ പ്രതിപക്ഷത്തിരുന്ന് എതിർത്താൽ ചൂണ്ടിക്കാണിക്കേണ്ടി വരുമെന്നും തരൂർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. എന്റെ ശബ്ദം അത്ര ഉയർന്ന ശബ്ദമല്ല. എന്നെ പോലൊരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് രാഹുൽ മാങ്കുട്ടത്തിലിനെ പോടാ ചെറുക്ക എന്ന് വിളിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് ആർ ബിന്ദു. മൈക്ക് ഓഫായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയപ്പെടുന്നതായ വാക്ക് ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സഞ്ചരിച്ച് ചെല്ലുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എൻ്റെ ശബ്ദം അത്ര ഉയർന്നൊരു ശബ്ദമല്ല. ഈ ഒരു ശബ്ദം വെച്ച് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് കേട്ടത്? എന്നെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറയൂല്ല, പറഞ്ഞിട്ടുമില്ല. അത് ഞാൻ 100% അച്ചട്ടായിട്ട് പറയാണ്. അവരുടെ ശീലം ആണത് നുണ പറയാന്നുള്ളത്. അത് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. മൈക്കില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടു എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു ശീലം, അതാണ്. അത്രേ ഉള്ളൂ അതിന് മറുപടി. രാഹുൽ മാങ്കൂട്ടം വളരെയധികം പ്രാവശ്യം പുച്ഛവും പരിഹാസവും വാരി വിതറിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന രൂപത്തിലാണ് അവിടെ പലവട്ടം അത് ആവർത്തിച്ചു. അദ്ദേഹം ഒരു നിയമസഭയിൽ പ്രസംഗിക്കുന്ന രീതിയിലല്ല സംസാരിച്ചിരുന്നത്. നേരെ മറിച്ച് നമ്മളൊരു കവല പ്രസംഗത്തിലൊക്കെ ആളുകളെ വഴക്ക് പറയുന്ന രീതിയിലാണ് അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ പ്രസംഗത്തിനിടയിൽ വെർബൽ ഡയറിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ മൈക്ക് ഓഫായിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100% കള്ളമാണ്. പിന്നെ അദ്ദേഹം നിരന്തരം അതാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു എന്ന് ആളുകൾ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു നിയമസഭാംഗം വളരെ മോശപ്പെട്ട നിലയിലാണ് എന്നെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് അത്ര കട്ടിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടിട്ടുണ്ട് എന്ന ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണെന്നും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല. അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം? കറുപ്പിനെന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കറുപ്പിനെന്താ കുഴപ്പം? അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ്. മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ആലോചിക്കാൻ പോലും വയ്യാത്ത ഇതാണ്. അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. ഉണ്ടാകണം ഉറപ്പായിട്ട്. പുതിയ തലമുറയിലേക്ക് അത് പോകരുത്.
അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ എത്ര വികലമായ മനസ്സുകളാണെന്ന്. പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വയ്ക്കുമായിരുന്നു ആളിൽ. ഇപ്പോൾ അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം, എങ്ങും കാണാറില്ല അശ്ലീലം. കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. കറുപ്പിനോടുള്ള അലർജി ആദ്യം തുടങ്ങിയത് പിണറായി വിജയനാണെന്ന് കെ മുരളീധരൻ. ഈ കറുപ്പിനോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സൗറാക്കി. അത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 45 ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് ഇന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള തെറ്റായ സമീപനം. ഈ സമരം പൊളിക്കണം എന്നുള്ള വാശിയാണ് മുഖ്യമന്ത്രിക്ക്. അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല. അംഗൻവാടി ജീവനക്കാർ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സമരമായിട്ട് എത്ര മാസങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചിട്ട് ഞങ്ങൾ ഈ ധർണ അവസാനിപ്പിക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. INTUCയുടെ നോക്കണ്ട, INTUC സ്വതന്ത്ര സംഘടനയാണ്, അവർക്ക് അവരുടെ നിലപാടെടുക്കാം. പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞങ്ങളുടെ നയം. INTUC ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്. പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാൻ. എങ്ങനെ അത് അവര് പറയേണ്ട കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. ഇനി അവർക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് അവർ തീരുമാനിച്ചോ. പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെടുക്കുന്നത് KPC പ്രസിഡന്റ്, അതിന് മേലെ പ്രസിഡന്റ് ACC മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് വേറെ പ്രസിഡന്റുമാരൊന്നും കേരളത്തിലില്ല. അതാ ഞാൻ പറഞ്ഞത്. സൂയിസൈഡ് പോയിന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സെൽഫി പോയിന്റ് അങ്ങനെ പോയിന്റ്. ഇപ്പൊ ഇവിടെ നിന്നും ഒരുപാട് പേര് എന്റെ കൂടെ സെൽഫി എടുത്തില്ല. ഇവിടെ എന്താ സെൽഫി പോയിന്റാ? ഈ ഒരു സമരത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന്റെ കാര്യത്തിൽ എന്താണ് യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ അത് വളരെ തെറ്റാണ്. കാരണം മനുഷ്യന്റെ നിറത്തിനെ കുറിച്ച് ആരും കുറ്റം പറയാൻ പാടില്ല. അതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഈ കറുപ്പിനോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പിണറായി വിജയൻ. കറുപ്പ് കൊടിക്കെതിരായിട്ട് അദ്ദേഹം പ്രചാരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ നിറത്തിനെതിരായിട്ടും പറഞ്ഞു. രണ്ടും തെറ്റാണ്. കറുപ്പും പല നിറങ്ങളിലും ഒന്നാണ്. അതൊക്കെ മറ്റേ മലബാർ ഭാഷയിൽ സബൂറാക്കി രണ്ടുപേരും കൂടെ. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സബൂറാക്കി. ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. രണ്ടുപേരും കൂടെ കോൺഗ്രസിനെ ശരിയാക്കാൻ ഒന്നായതിന്റെ പേരിൽ. അതാണ് നിർമ്മലാ സീതാരാമനുള്ള ചർച്ച. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.